ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CCKയുടെ ഇന്റേണൽ എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ആൻഡ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ഈസ് സിംപ്ലി ദാറ്റ് എക്സ്പോർട്ട് ടേക്ക് പ്ലേസ് ഡാഷ് അക്രോസ് ദി ആൻസർ അക്രോസ് റീജിയണൽ ബൗണ്ടറീസ്. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിന് അപ്പുറം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറം നടക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? എക്സ്പോർട്ട് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഈ എക്സ്പോർട്ട് മാർക്കറ്റിങ്ങും ഡൊമസ്റ്റിക് മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസും അത് തന്നെയാണ്. ഒരു നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറം ഒരു അക്രോസ് നടക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഇതവിടെ പറയുന്നുണ്ട്, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. CCKയുടെ പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചോദിച്ചു വരുന്നത് കണ്ടിട്ടുള്ളത് ഒന്ന് ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ആണ്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് എയർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. പിന്നെ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷനെ പറയുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ അതൊക്കെ ഒന്ന് ഓർത്ത് പോവുക. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത്, വാട്ട് ഡസ് GRT ഡിനോട്ട് ഇൻ ദ ഷിപ്പ് കപ്പാസിറ്റി. ഓക്കെ, GRTയുടെ എക്സ്പാൻഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജ്. ഓക്കെ, ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? GRT എന്ന് പറയുന്നത്. അപ്പോൾ GRTയുടെ എക്സ്പാൻഷൻ കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക. പിന്നെ അടുത്തുള്ളത്, ഡാഷ് ഈസ് നോൺ ആസ് ദി സെൻട്രൽ ഹബ് ഓഫ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ്. ലണ്ടൻ ആണ്. ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിന്റെ സെൻട്രൽ ഹബ് എന്ന് പറയുന്നത് ലണ്ടൻ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടെയ്നറിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് ലണ്ടനിലാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഡാഷ് ഈസ് നൗൺ ആസ് ദി ഏഷ്യൻ ഹബ് ഓഫ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ്. ഓക്കെ, മുംബൈ ആണ്. നമ്മുടെ രാജ്യത്തുള്ള മുംബൈ ആണ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിന്റെ ഒരു ഏഷ്യൻ ഹബ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. പിന്നെ അടുത്ത് കാർഗോ വെയിറ്റേജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് DWTയിലാണ്. DWT എന്ന് പറഞ്ഞാൽ ഡെഡ് വെയിറ്റ് ടണ്ണേജ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. DWT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് വെയിറ്റ് ടണ്ണേജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് വാസ് ഫോംഡ് ഇൻ ഇന്ത്യ? 1975. ഓക്കെ, ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1975 ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത, ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കണ്ടെയ്നർ. മെക്ലീൻ ആണ് കണ്ടെയ്നേഴ്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കണ്ടെയ്നർ? അത് മെക്ലീൻ ആണ്. വിച്ച് കണ്ടെയ്നർ ക്യാൻ ബി യൂസ്ഡ് ടു ക്യാരി കോൾ ആൻഡ് അയൺ ആൻഡ് അയർ? നോക്കിയേ, ഡബിൾ ഡോർ ഓപ്പൺ കണ്ടെയ്നർ ആണ്. നമുക്കറിയാം കോള് അതൊക്കെ കൂടുതലും ലിക്വിഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ഡബിൾ ഡോർ ഓപ്പൺ കണ്ടെയ്നറിലാണ് ഈ പറയുന്ന കോള്, അയണ്, അയിര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. നോക്കിയോ, പ്ലേസ് പ്രൊജക്റ്റഡ് ഫ്രം ദി ഷിപ്പ് ഫ്രണ്ട് സൈഡ്. നമുക്കറിയാം ഷിപ്പിന്റെ ഫ്രണ്ട് സൈഡിലുള്ള സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? ബോ എന്ന് പറയും. ഓക്കെ, ഷിപ്പിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ആ ട്രയാങ്കിൾ പോലെ അതിൻ്റെ ഒരു എൻഡ് വന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ എന്താ പറയുന്നത്? ബോ എന്ന് നമ്മൾ പറയും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? വിച്ച് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് by the port authorities to the loading and unloading agencies when the cargo is arrived at the airport and is ready for unloading. അതായത് പോർട്ട് ക്ലിയറൻസ് നോട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാർഗോ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും. നമുക്ക് പോർട്ട് ക്ലിയറൻസ് നോട്ട് വേണം. അതില്ലാതെ നമുക്കൊരു കാരണവശാലും എവിടെ പോർട്ടിൽ പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഷിപ്പിന്റെ സ്പീഡിനെ മെൻഷൻ ചെയ്യുന്നതാണ് നോട്ട്സ്. ഓക്കെ, ഷിപ്പിന്റെ സ്പീഡിനെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്? നോട്ട്സ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഡാഷ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഡിസൈൻഡ് ടു പ്രിവെന്റ് ഓർ സ്ലോ ദ ഡ്രിഫ്റ്റ് ഓഫ് എ ഷിപ്പ്. ഷിപ്പിന്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ ഷിപ്പിന്റെ സഞ്ചാരത്തെ തടഞ്ഞ് കടലിൽ തന്നെ ഷിപ്പിനെ നിർത്തുന്ന പ്രക്രിയ നമ്മൾ എന്ത് പറയും? ആങ്കർ എന്ന് പറയും. അതിന് സഹായിക്കുന്ന ചെയിനിനെ നമുക്ക് എന്ത് പറയാം? ആങ്കർ എന്ന് പറയാം. ഇപ്പോൾ ഷിപ്പ് പോർട്ടിലോട്ട് അടുക്കുകയാണ്. അപ്പൊ അവിടെ വേറെ ഷിപ്പ് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പോർട്ടിലോട്ട് അടുക്കാനായിട്ട് പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആങ്കർ പോലുള്ള ആങ്കറിന്റെ ആകൃതി ഇങ്ങനെയാണ്.
അതെന്ത് ചെയ്യുന്നു, അത് നല്ല വെയിറ്റുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ആങ്കർ. നമ്മൾ അതെന്ത് ചെയ്യുന്നു, കടലിലോട്ട് താഴോട്ട് കടലിൻ്റെ അടിത്തട്ടിലോട്ട് ഇറക്കി വിട്ട് ആ ഷിപ്പിനെ ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റെഗുലേറ്ററി ബോഡി ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ബിസിനസ്, അത് DGFT ആണ്. ആ DGFT ആണ്, നമുക്കറിയാം DGFTയുടെ ഫുൾ ഫോം ആണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഫോറിൻ ട്രേഡിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പുതിയ പുതിയ പോളിസീസ് കൊണ്ടുവരുന്നതും ഉള്ള പോളിസിയിൽ അമെൻമെൻറ്റ് ചെയ്യുന്നതും എല്ലാം DGFT ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, അണ്ടർ ദി എക്സ്പോർട്ട് പേയ്മെൻറ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഹൂ ഗ്യാരണ്ടി ദ പേയ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് പ്രൊസീഡ്സ് ടു ദി എക്സ്പോർട്ടർ. ഈ എക്സ്പോർട്ടറിന് അല്ലെങ്കിൽ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം LC വഴിയാണെങ്കിൽ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴിയാണെങ്കിൽ എക്സ്പോർട്ടറിന് ആരാ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ഇമ്പോർട്ടറിൻ്റെ ബാങ്കാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഡാഷ് ഈസ് എ 10 ഡിജിറ്റൽ ഫിഗർ. 10 ഡിജിറ്റൽ ഫിഗർ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവണം IEC കോഡ് നമ്പർ. ഓക്കെ, പലർക്കും ഇപ്പോഴും അറിയാമെന്നുള്ള 2 ക്വസ്റ്റ്യൻ DGFTയും IEC കോഡ് നമ്പറുമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, IEC കോഡ് നമ്പർ നമുക്ക് തരുന്നത് ആരാണ്, DGFT. DGFTയുടെ ഫുൾ ഫോം എന്താണ്, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. DGFTയിൽ എത്ര ഡിജിറ്റ് നമ്പറുണ്ട്, 10 ഡിജിറ്റ് നമ്പറുണ്ട്. ഈ IEC കോഡ് നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, DGFTയുടെ സൈറ്റിൽ കയറി ഒരു ഫോം ഡൗൺലോഡ് ചെയ്യണം. ആ ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഏത്, ആയത്ത് നിര്യായത്ത് ഫോം. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അടുത്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രി ഈസ് എക്സ്ക്ലൂസീവ്ലി മെയ്ഡ് ബൈ ദി എക്സ്പോർട്ടിംഗ് കമ്പനി ഇൻ ഡാഷ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പലതരത്തിലുള്ള എക്സ്പോർട്ട് നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് എക്സ്പോർട്ടിങ്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്, ലൈസൻസ് ഓർ ഫ്രാഞ്ചൈസി എഗ്രിമെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് FDI. നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ MIയുടെ മൊബൈലൊക്കെ വാങ്ങിച്ചാൽ നമ്മളതിനെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിരിക്കും. അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പുറത്തുള്ള ഒരു കമ്പനി നമ്മുടെ രാജ്യത്ത് പണം ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഫാക്ടറി കെട്ടി പ്രൊഡക്ഷൻ ഇവിടെ നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്, FDI എന്ന് പറയുന്നത്. പിന്നെ COGSA എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്. ഓക്കെ, നമ്മൾ ഗുഡ്സ് കടൽ വഴി അല്ലെങ്കിൽ മറൈൻ വഴി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അനുസരിക്കേണ്ട ഗൈഡ് ലൈനെയാണ് എന്ത് പറയുന്നത്, കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ ഡാഷ് എഗ്രിമെന്റ്. നമ്മൾ ലോയിൽ പഠിച്ചാണ്, കോൺട്രാക്റ്റിൽ പഠിച്ചതാണ്. എന്താണ് കോൺട്രാക്ട്? കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more people എൻഫോഴ്സ്ഡ് ബൈ ലോ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. വ്യക്തികൾ ആരൊക്കെയെന്ന് നമുക്കറിയാം, 1 ഓഫറും 2 അക്സെപ്റ്റൻസും. ആരാണോ ഓഫർ കൊടുക്കുന്നത് അയാൾ ഓഫറർ, പിന്നെന്താണ്, ആരാണോ ആ ഓഫർ സ്വീകരിക്കുന്നത് അയാൾ അക്സെപ്റ്റൻസ്. ഓക്കെ, ഒരു പ്രപ്പോസൽ 2 പേര് അക്സെപ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഓഫർ കൊടുക്കുന്ന ആൾ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ്, നിങ്ങൾ അക്സെപ്റ്റൻസ് ആണ്, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളത് എങ്ങോട്ട് പോകും, എഗ്രിമെന്റിലോട്ട് പോകും. ഓക്കെ, പിന്നെ ബിൽ ഓഫ് ലേഡിങ് ആരായി തരുന്നത്, ഷിപ്പിംഗ് കമ്പനിയാണ്. എന്താണ് ബിൽ ഓഫ് ലേഡിങ് എന്ന് നമുക്കറിയാമല്ലോ. ബിൽ ഓഫ് ലേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊന്നുമല്ല, ഷിപ്പിൽ നമ്മൾ സാധനങ്ങൾ വച്ചതായിട്ടുള്ള എവിഡൻസ് ആണ്. അപ്പം നമ്മളെ സാധനങ്ങൾ ഷിപ്പിൽ നമ്മൾ വച്ചതായിട്ട് നമുക്കൊരു എവിഡൻസ് വേണം. അതിന് ഷിപ്പിംഗ് കമ്പനി നമുക്ക് എന്ത് ചെയ്യണം, എഴുതി ഒപ്പിട്ട് തരണം. അതാണ് ഏത്, ബിൽ ഓഫ് ലേഡിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി കളക്ട് ചെയ്യുന്നത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ FCLന്റെ ഫുൾ ഫോം പഠിക്കുക, ഫുൾ കണ്ടെയ്നർ ലോഡ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി ഡ്യൂട്ടി ഫ്രീ ഷിപ്മെന്റിന്റെ കളർ നമുക്കറിയാം, വൈറ്റ്. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാത്തിൻ്റെയും കളർ ക്ലിയർ ആയിട്ട് പഠിക്കുക. പ്രീ ഷിപ്മെന്റ് ഫിനാൻസിന് നമ്മൾ പറയുന്ന പേരാണ് പാക്കിംഗ് ക്രെഡിറ്റ്. നമുക്കറിയാം എക്സ്പോർട്ട് ഫിനാൻസിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്, പ്രീ ഷിപ്മെന്റ് ഫിനാൻസും പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസും. അതിൽ പ്രീ ഷിപ്മെന്റ് ഫിനാൻസിനെ പറയുന്ന പേരാണ് പാക്കിംഗ് ക്രെഡിറ്റ്. ദ ലെറ്റേഴ്സ് LC സ്റ്റാൻഡ് ഫോർ, LC എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ക്ലാസ്സിന് വരാത്തവരൊക്കെ മനസ്സിലാക്കുക. LC എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഓപ്ഷനിൽ ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റി എന്നൊക്കെ കാണും, അതിലൊക്കെ ആൻസർ കൊടുക്കുന്ന പിള്ളേരുണ്ട്, ഫൈനൽ പരീക്ഷയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതാണ്. LC എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഗുഡ്സ് ക്യാൻ ബി മൂവ്ഡ് ടു ഡോക്ക് ഏരിയ ഓൺലി ആഫ്റ്റർ സ്റ്റാമ്പിംഗ് ലെറ്റ് എക്സ്പോർട്ട് ഓൺ ദി ഡാഷ്. അതായത് നമുക്കറിയാം, നമുക്ക് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഷിപ്പിൽ കയറ്റണം. ഈ ഓപ്പറേഷൻസ് നടക്കുന്ന ഏരിയ, പോർട്ടിൽ ഓപ്പറേഷൻ നടക്കുന്ന ഏരിയ നമ്മൾ പറയുന്ന പേരെയാണ് ഡോക്ക് ഏരിയ. അവിടെ നമുക്ക് കയറണമെങ്കിൽ കസ്റ്റംസുകാർ നമുക്ക് എന്ത് തരണം, ഷിപ്പിംഗ് ബില്ല് തരണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഇൻ ഇന്ത്യ ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആർ ഹാൻഡിൽഡ് ബൈ DGFT. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. DGFT ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള
എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂറേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. 180 ഡേയ്സ് ആണ് ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്യൂറേഷൻ. 180 ഡേയ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ടോട്ടൽ 27 ക്വസ്റ്റ്യനും നല്ലപോലെ പഠിക്കണം. നിങ്ങൾക്ക് ടോട്ടൽ 40 ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കി ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ.